എങ്ങനെയാണ് ഈ ഒരു എക്സ്പോർട്ട് ഇമ്പോർട്ട് കൺസൾട്ടിങ് മേഖല തിരഞ്ഞെടുക്കാനുള്ള കാരണം? എങ്ങനെയാണ് അതിലേക്ക് വരുന്ന ഒരു യാത്ര എന്ന് പറയാമോ? ഇത് ബേസിക്കലി ഒരു 10-25 വർഷം മുന്നത്തെ കാര്യമാണ്. അന്ന് ഞാൻ പഠിച്ചത് പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ ഫോറിൻ ട്രേഡ് ആണ്. അപ്പോൾ ഫോറിൻ ട്രേഡ് പഠിച്ച ഒരാൾക്ക് നാച്ചുറലി വർക്ക് ചെയ്യേണ്ട ഒരു മേഖല എക്സ്പോർട്ട് ഇമ്പോർട്ടാണ്. അതെ. അപ്പോൾ എക്സ്പോർട്ട് ഇമ്പോർട്ടിൽ വർക്ക് ചെയ്യാനുള്ള പ്ലാൻ ഇട്ടു. അന്നത്തെ ഒരു പൊതുവേ ഉള്ളൊരു ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർക്കെങ്കിലും എക്സ്പോർട്ട് ഇമ്പോർട്ടിനെ കുറിച്ച് അറിയാമെങ്കിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാതിരിക്കുക എന്നുള്ളൊരു കാര്യമാണ് ഞാൻ കണ്ടിരുന്നത്. അതെന്താ വെച്ചാൽ ഇത് ഭയങ്കര സീക്രട്ടാണ്, ആരും ഇതിനകത്ത് വരാൻ പാടില്ല. അപ്പോൾ ഇതിന് നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആദ്യത്തെ ഒരു എംപ്ലോയ്മെന്റ് കിട്ടാനോ ആ ഫീൽഡിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അന്നേ മനസ്സിൽ തോന്നിയൊരു കാര്യമാണ്, എന്തെങ്കിലും ഒരു കാലത്ത് എനിക്കിതിനെക്കുറിച്ച് ഇതിൻ്റെ എക്സ്പെർട്ടൈസ് ആയി കഴിഞ്ഞാൽ ഞാൻ 10 പേർക്ക് ഇത് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഒരു ചിന്ത അന്നേ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 5 കൊല്ലത്തോളം ഞാൻ എക്സ്പോർട്ട് ഫീൽഡിൽ വർക്ക് ചെയ്തു അന്ന്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളിലായിട്ട് വരാൻ തുടങ്ങി. ആ സമയത്താണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡിന്റെ IIFTയുടെ ഒരു സർട്ടിഫൈഡ് എക്സ്പോർട്ട് കൺസൾട്ടന്റ് എന്നുള്ളൊരു പ്രോഗ്രാം ഡൽഹി വെച്ച് നടത്തി. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അത് സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസുകൾക്ക് വേണ്ടിയിട്ട് കൺസൾട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. നിർഭാഗ്യവശാൽ അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മുടെ കൺസൾട്ടിങ് കൊടുക്കാൻ വേണ്ടി ഇവിടുത്തെ MSMEയുടെ അടുത്തൊക്കെ ചെല്ലുമ്പം അവർ എക്യുപ്ഡ് അല്ല എക്സ്പോർട്ടിന് വേണ്ടിയിട്ട്. അവർ ആ ഒരു ലെവലിലേക്ക് ചിന്തകൾ വന്നിട്ടില്ല. പക്ഷെ ഉള്ളിൽ കടക്കുകയാണ് മനസ്സിലൊരു ആഗ്രഹം, കൺസൾട്ടിങ് കൊടുക്കണം എന്നുള്ള. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കമ്പനി അവർ ലാർജ് കമ്പനികൾക്കാണ് കൺസൾട്ടിങ് കൊടുക്കുന്നത്. അതായത് ടാറ്റ സ്റ്റീല്, റിലയൻസ്, അദാനി, ഗോദ്രേജ്, ആ സ്കെയിലുള്ള കമ്പനികൾക്ക് കൺസൾട്ടിങ് കൊടുക്കുന്ന ഒരു കമ്പനിയിൽ ആ കമ്പനിയിൽ ഒരു കൺസൾട്ടന്റ് എന്നുള്ളൊരു പോസ്റ്റിൽ വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. അപ്പൊ അങ്ങനെ വർക്ക് ചെയ്ത് ഏകദേശം 12 വർഷത്തോളം ആ കമ്പനി വർക്ക് ചെയ്തു. ഓൾ ഇന്ത്യ ലെവലിൽ ട്രാവൽ ചെയ്ത് എല്ലാ കമ്പനികൾക്കും കൺസൾട്ടിങ് കൊടുത്തുകൊണ്ടിരുന്നു. മെയിനായിട്ട് ഇവർക്ക് ഒരു സിസ്റ്റത്തിന്റെ പോയിന്റിലാണ് ഇതെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്ത് ഒരു ടോട്ടൽ സൊല്യൂഷനാണ് വേണ്ടത്. അപ്പൊ ഇതിനിടയിൽ ഒരു ട്രെയിനറും കൂടിയായി മാറിയിരുന്നു. ഒത്തിരി കമ്പനികൾക്ക് ട്രെയിനിങ്ങും കൂടി കൊടുത്ത് ഒരു ട്രെയിനറും കൂടിയായി മാറിയിരുന്നു. അങ്ങനെയാണ് ഞാൻ ട്രെയിനർ കം കൺസൾട്ടന്റ് എന്നുള്ള നിലയ്ക്ക് എക്സ്പോർട്ട് ഇമ്പോർട്ട് മേഖലയിലേക്ക് വന്നത്. ഇതിനിടെ കുറേ ഷിപ്മെന്റ്സ് ഞാൻ സ്വയം എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെയുള്ള എക്സ്പീരിയൻസും കൂടിയായി. അപ്പം ചെറിയ ലെവലിലുള്ളവർക്കും വലിയവർക്കും ചെയ്യാവുന്ന ലെവലിൽ എക്സ്പീരിയൻസും കൂടി ഗെയിൻ ചെയ്ത ശേഷമാണ് ഈ ഫീൽഡിലേക്ക് വന്നത്. ബേസിക്കലി എല്ലാ മനുഷ്യരുടെ ഒരു സ്വപ്നമാണ് ഒരു നമ്മുടെ ബിസിനസ് ഒന്ന് എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ള കാര്യം. ശരിക്കും അത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണോ? ഇത് നല്ല ചോദ്യമാണ്. ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ കാശ് ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണല്ലോ ആ ചോദ്യം വരുന്നത്. ഒന്നതുണ്ട്. 2 നമ്മുടെ ബിസിനസ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം. അതെ, തീർച്ചയായിട്ടും. ഓക്കെ, ഇതിനകത്ത് ചില കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സ്പോർട്ട് ചെയ്യുമ്പോൾ മറ്റൊരു രാജ്യത്തേക്കാണ് വിടുന്നത്. അതെ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ, ആ രാജ്യത്തിന് വേണ്ടുന്ന സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് വേണം നമ്മൾ കൊടുക്കാൻ. അപ്പം ഇവിടുത്തെ ക്വാളിറ്റിയും അവിടുത്തെ ക്വാളിറ്റിയും ഒന്ന് തന്നെയാണെങ്കിൽ ആ രാജ്യത്തിന് വേണ്ടുന്ന ക്വാളിറ്റി തന്നെ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അവിടെ വേണ്ടുന്ന ക്വാളിറ്റി അല്ല ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ നമ്മൾ ആ ക്വാളിറ്റിയിലേക്ക് മാറണം. അപ്പം അവിടെ ഒരു എളുപ്പമുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ നമ്മൾ ക്വാളിറ്റിയിൽ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുക ഒരു കാര്യം. പിന്നെ രണ്ടാമതൊരു കാര്യം ഇതിൻ്റെ ഫോർമാലിറ്റീസ് ആണ്. അതിൽ എളുപ്പമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ ഒരാളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമാണ് പറ്റും. പക്ഷെ പ്രധാനമായിട്ടും മറ്റൊരു രാജ്യത്തിൻ്റെ ആളുകളുടെ സൈക്കോളജി മനസ്സിലാക്കി, അവിടുത്തെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് മനസ്സിലാക്കി, അവിടുത്തെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പകുതി വർക്ക് ഡൺ. ബാക്കി പിന്നെ നിങ്ങൾക്ക് നല്ലൊരു കസ്റ്റമറും ഒക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് ഷിപ്പ് ചെയ്യുക, അതിന് വേണ്ടുന്ന ഗൈഡൻസ് തരാനുള്ള ഒരു എക്കോ സിസ്റ്റം അല്ലെങ്കിൽ അങ്ങനെ ഒരു ടീം ഇപ്പം അവൈലബിൾ ആണ്. പണ്ടത്തെ പോലെ അല്ല, പണ്ടത്തെ അത്രയും ഡിഫിക്കൽട്ട് അല്ല. പണ്ട് ഒരു എക്കോ സിസ്റ്റം ഇല്ല, പണ്ട് ഒത്തിരി ഓഫീസുകൾ കയറി ഇറങ്ങേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ ഒന്നുമില്ല, ഒത്തിരി കാര്യങ്ങൾ ഓൺലൈനായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് ഷിപ്പ് ചെയ്യുന്നത് ഒരു കാര്യം ഡിഫിക്കൽട്ട് അല്ല. ഓൺലി തിങ് ആ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സും മറ്റും വേണം. ഇവിടെ ചോദിച്ചൊരു ചോദ്യത്തിന് ഒരു ഇമ്പോർട്ടൻ്റ് ഉത്തരം തരാം. എക്സ്പോർട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം, ഏറ്റവും അത്യാവശ്യമുള്ള സാധനം ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ശ്രദ്ധയാണ്. ശ്രദ്ധ ഉണ്ടെങ്കിൽ എന്ത് നടക്കും. ശ്രദ്ധ, അതായത് എന്ത് ക്വാളിറ്റി വെളിയിലുള്ളൊരു പ്രോഡക്റ്റിൽ കൊടുക്കേണ്ട ക്വാളിറ്റിയിൽ ശ്രദ്ധയോടുകൂടി ഇവിടുന്ന് ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കാമെങ്കിൽ, ശ്രദ്ധയോടുകൂടി ഷിപ്പ് ചെയ്യാമെങ്കിൽ നിങ്ങൾ വിജയിച്ചു. ഒരു പ്രശ്നമില്ല. അല്ല, നമുക്ക് ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്യുന്നൊരു കമ്പനിക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ പ്രൊഡക്ഷൻ വേണം നിർബന്ധമുണ്ടോ? മീൻസ് ഓൺലി എക്സ്പോർട്ടിങ് മാത്രം ചെയ്യാമോ അതോ? ചെയ്യാൻ പറ്റും. ഇന്ത്യയിൽ പ്രൊഡക്ഷൻ നടത്തി ഇവിടെ വിൽക്കണം നിർബന്ധമില്ല. അത് നേരിട്ട് എക്സ്പോർട്ട് മാത്രമായിട്ട് ചെയ്യാം. ഇനി അടുത്തൊരു ഘട്ടം, എക്സ്പോർട്ടിന് ഇവിടെ പ്രൊഡക്ഷൻ പോലും വേണമെന്നില്ല, ആരുടെ അടുത്തെന്നെങ്കിലും മേടിച്ചുകൊണ്ട് നമുക്ക് എക്സ്പോർട്ട് വേണമെങ്കിലും ചെയ്യാം. ഇവിടെ ലോക്കലി വിൽക്കണമെന്നും കൂടിയില്ല. ഒരു പ്രോഡക്റ്റ് തന്നെ നമ്മൾ ഇന്ത്യയിൽ പ്രൊഡക്ഷൻ ചെയ്യുന്നു, ഇന്ത്യയിൽ സെല് ചെയ്യുന്നു, അത് സെയിം പ്രോഡക്റ്റ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ രണ്ടിൻ്റെയും
ക്വാളിറ്റി വ്യത്യാസം വരേണ്ട ആവശ്യമുണ്ടോ? നിർബന്ധമില്ല. ഇപ്പം അതിനകത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റ് ഒരു ജർമ്മൻ സ്റ്റാൻഡേർഡിനോ ജപ്പാൻ സ്റ്റാൻഡേർഡിനോ ഇന്ത്യയിൽ വിറ്റാൽ എന്താ പ്രശ്നം? ഇന്ത്യയിൽ വിറ്റാൽ ചിലപ്പോൾ വില കൂടുതലാവുന്നതുകൊണ്ടായിരിക്കും ആ സ്റ്റാൻഡേർഡിലേക്ക് പോകാത്തത്. അതെ. അപ്പം നമ്മൾ ഇവിടെ വില കുറഞ്ഞ് ആളുകൾക്ക് കൂടുതൽ അഫോർഡബിൾ ആവാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ സ്റ്റാൻഡേർഡിൽ കോംപ്രമൈസ് ചെയ്തെന്ന് വരും. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കുമാണ് അവിടത്തേക്ക് വേണ്ടി വേറൊരു സ്റ്റാൻഡേർഡ്, ഇവിടത്തേക്ക് വേണ്ടി വേറൊരു സ്റ്റാൻഡേർഡ് എന്നുള്ള അവസ്ഥ വരുന്നത്. ഇത് ഇന്ത്യയിലുള്ള ഈ ചെറുകിട കമ്പനിക്കോ ഇടത്തരം കമ്പനിക്കോ വലിയ കമ്പനിക്കോ മാത്രമല്ല, മൾട്ടിനാഷണൽ കമ്പനിക്ക് പോലും ഈ അവസ്ഥ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അവിടെ നിന്ന് വരുന്ന ഒരു കമ്പനി, ഒരു യൂറോപ്യൻ കമ്പനി അല്ലെങ്കിൽ ഒരു അമേരിക്കൻ കമ്പനി ഇവിടെ വരുന്നു, അവർക്ക് അവിടുത്തെ സ്റ്റാൻഡേർഡിലായിരിക്കില്ല ചിലപ്പോൾ ആ ബ്രാൻഡ് പോലും ഇവിടെ വിൽക്കുന്നത്. വ്യത്യാസം ഉണ്ടാവും. അപ്പം ഇത് രണ്ട് സ്റ്റാൻഡേർഡ് ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഓൺലി തിങ് സുപ്പീരിയർ സ്റ്റാൻഡേർഡിലേക്ക് വേണേൽ കൊണ്ടുവരാം. ഇത് പ്രോഡക്റ്റിൻ്റെ സ്റ്റാൻഡേർഡ്. പിന്നെ വേറെ ചില ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഉണ്ടാവും. ഇപ്പം ഫുഡ് ഐറ്റം ആണെങ്കിൽ ഫ്ലേവർ, ഇവിടുത്തെ ഫ്ലേവർ ഇഷ്ടമുള്ള ഫ്ലേവർ ആയിരിക്കില്ല മറ്റൊരു രാജ്യത്തെ ഫ്ലേവർ. ഒരു നല്ല ഉദാഹരണം പറയാം. ചൈനീസ് ഫുഡ് വെളിയിൽ നിന്ന് കഴിക്കണം, ഇന്ത്യക്ക് വെളിയിൽ നിന്ന് ഇത്ര എരിവും പുളിയും ഉണ്ടാവില്ല. ഇപ്പോൾ ചൈനീസ് ഫുഡ് ഇന്ത്യ വന്നപ്പോൾ എന്ത് പറ്റി? ഇവിടെ ഇത്തിരി കൂടി നമുക്ക് പറ്റുന്ന ഒരു ടേസ്റ്റിലേക്ക് അതിനെ കൂട്ടി. അപ്പം നമ്മൾ ഇതേ രീതിയായിരിക്കും കൊക്കക്കോള അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുന്ന പല കമ്പനികളും ചെയ്യുന്നത്. ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ചിലപ്പോൾ മാറ്റും. പിന്നെ പാക്കിംഗ്, ലേബലിംഗ്. നമുക്ക് ഈ ജർമ്മനി പോകുമ്പോഴത്തേക്ക് ഇംഗ്ലീഷ് പോരാ, ജർമ്മൻ അടിക്കണം. ഫ്രാൻസിൽ പോകുമ്പോൾ ഫ്രഞ്ച് വേണം. ഈ ഗൾഫിലേക്കാണെങ്കിൽ, മിഡിൽ ഈസ്റ്റിലേക്കാണെങ്കിൽ അവിടെ അറബിക്ക് വേണം. അപ്പം അങ്ങനെ പാക്കിങ്ങിൽ കുറേ ചേഞ്ചസ് വരും. അപ്പം നമുക്ക് അടിസ്ഥാനപരമായിട്ട് ഒരേ സ്റ്റാൻഡേർഡ് വേണമെന്ന് പറയുമ്പോൾ പോലും ചില വിട്ടുവീഴ്ചകൾ വേണ്ടി വരും. ചില പാക്കിങ്ങിലും ഫ്ലേവറിലും അങ്ങനെയുള്ള കാര്യങ്ങൾ വേണ്ടി. ഒരു പ്രൊഡക്ഷനുള്ള ഒരു കമ്പനിക്ക് എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ലൈസൻസും കാര്യങ്ങളുമായിട്ട് എത്ര ദിവസം വേണ്ടി വരും ആക്ടിവിറ്റി ചെയ്തെടുക്കാനായിട്ട്? ഇതിനകത്ത് നമുക്ക് ലൈസൻസിന് മുന്നോടിയായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. സ്ഥാപനം വേണം. സ്ഥാപനം പ്രൊപ്പറേറ്ററിയോ പാർട്ണർഷിപ്പോ പ്രൈവറ്റ് ലിമിറ്റഡോ LLPയോ അങ്ങനെ പ്രൈവറ്റ് ലിമിറ്റഡ് ആണോ? നിർബന്ധമില്ല. പ്രൊപ്പറേറ്ററി ആയിട്ടും പറ്റും. മതി. അപ്പം ഹോം ബേസ്ഡ് എൻറ്റിറ്റീസും ചെയ്യാൻ പറ്റും. അതിന് വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലാണ്ട് ഹോം ബേസ്ഡ് ആയിട്ട് തന്നെ. ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു നിയമം കൂടി വന്നിട്ടുണ്ട്. ഹോം ബേസ്ഡ് ആയിട്ട് ബിസിനസ്സുകൾ അലോ ചെയ്യുന്നു എന്നുള്ള ഒരു റൂളും കൂടി വന്നിട്ടുള്ളതുകൊണ്ട് ആ അഡ്രസ്സ് തന്നെ കാണിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു പ്രൊപ്പറേറ്റർഷിപ്പോ പാർട്ണർഷിപ്പോ പ്രൈവറ്റ് ലിമിറ്റഡോ എന്താണെന്ന് വെച്ചാൽ അതുണ്ടാകുക എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടം. അത് കഴിഞ്ഞാൽ പിന്നെയാണ് നമുക്ക് വേണ്ടി വരുന്നത് GST എടുക്കുക, ബാങ്കിൽ കറണ്ട് അക്കൗണ്ട് എടുക്കുക. ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ എക്സ്പോർട്ട് ലൈസൻസ് ഉണ്ട്. ഈ കോഡ് എന്ന് പറഞ്ഞൊരു കോഡാണ്. അത് അപ്ലൈ ചെയ്യുന്ന ദിവസം തന്നെ കിട്ടും. അപ്പം അതിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ 1 day അത്രേ ഉള്ളൂ. അത് കിട്ടിക്കഴിഞ്ഞു. പിന്നെ നമുക്ക് വേണ്ടി വരുന്ന കാര്യമാണ് കസ്റ്റംസിൽ 1-2 രജിസ്ട്രേഷൻസ് വേണം. ഗുഡ്സ് വിടുന്ന ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് AD കോഡ് എന്ന് പറഞ്ഞൊരു രജിസ്ട്രേഷൻ വേണം. ആ രജിസ്ട്രേഷന് ഫസ്റ്റ് പ്രൊഫൈലിന് ഒരു 5 working day വേണം. അപ്രൂവ് ഓർ ഡിസപ്രൂവ്. ചിലപ്പോൾ ഡിസപ്രൂവ് ആവാം സഫീഷ്യൻറ്റ് ഡോക്യുമെൻ്റ് ഇല്ലെങ്കിൽ. പിന്നെ അപ്രൂവ്ഡ് ആയിക്കഴിഞ്ഞാലാണ് പിന്നെ അടുത്ത പോർട്ട് രജിസ്ട്രേഷൻ എന്ന് പറയും. ഇപ്പം ഏത് പോർട്ടിൽ നിന്നാണോ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത് ആ പോർട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. എന്നാലേ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമുക്കിപ്പോൾ കൊച്ചി പോർട്ട് വല്ലാർപാടത്താണ്. കൊച്ചിയിലെ എയർപോർട്ട് നെടുമ്പേശ്ശേരിയില്ല. അപ്പം നമ്മൾ ഇത് 2 വഴി എക്സ്പോർട്ട് ചെയ്യുന്നെങ്കിൽ 2 പോർട്ടായിട്ട് രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ. അപ്പോൾ അത് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് 5 working day ടു അപ്രൂവ് ഓർ ഡിസപ്രൂവ്. അപ്പം അവിടെ ഒരു 5+5 working day വരുമ്പോൾ ഇടയ്ക്ക് വീക്കെൻഡും കൂടി വരുമ്പോൾ ഏകദേശം 15 days. അപ്പം അതിലങ്ങ് പോയി. പിന്നെ നമുക്ക് വേണ്ടി വരുന്നത് ഇപ്പോൾ സ്പൈസസ് ആണ്, സ്പൈസസ് ബോർഡിൻ്റെ രജിസ്ട്രേഷനോ, ടീ ആണ് ടീ ബോർഡിൻ്റെ രജിസ്ട്രേഷനോ, അങ്ങനെയുള്ള രജിസ്ട്രേഷൻസ് കൂടി വരും. അപ്പം ഇതെല്ലാം കൂടി ഒരു 20 days കൊണ്ട് എല്ലാം നടക്കേണ്ടതാണ്. എക്സ്പോർട്ട് ലൈസൻസ് കിട്ടാൻ ഒരു ദിവസം മതി. ബാക്കിയുള്ള കസ്റ്റംസ് രജിസ്ട്രേഷൻസിനാണ് കുറച്ചുകൂടി ടൈം എടുക്കുന്നത്.